ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ വിവിധ തല അച്ചടക്ക നടപടികൾ സാധാരണമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്നതേയല്ല. ഇതാണ് പാർട്ടിക്കുള്ളിലെ ക്രമക്കേടിനെ കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവന. അതായത് പാർട്ടിക്കുള്ളിൽ ക്രമക്കേട് നടത്തിയവരെയും അവരെ സംരക്ഷിക്കുന്നവരെയും ഒഴിവാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സമ്മർദ്ദത്തിലാണ് BJP നേതൃത്വം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലില്ല. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം പാർട്ടി പുനഃസംഘടന നടത്താനാണ് നീക്കം. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് നിലവിലെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവർ പുനഃസംഘടനയിൽ ഉണ്ടാകില്ല. ഇതുകൂടാതെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാത്തതിന് മുതിർന്ന BJP നേതാവ് MS കുമാർ വിമർശിച്ച മറ്റൊരു സംസ്ഥാന സെക്രട്ടറിക്കും സ്ഥാനം നഷ്ടമാകാനാണ് സാധ്യത. സാമ്പത്തിക ക്രമക്കേടിലും മറ്റു പരാതികളിലും ആരോപണം നേരിടുന്ന യുവമോർച്ച നേതാവിനും താൻ വഹിക്കുന്ന സുപ്രധാന സ്ഥാനം തെറിക്കും. ക്രമക്കേട് നടത്തിയവരെ പാർട്ടിയിലെ ഒരു സുപ്രധാന ചുമതല വഹിക്കുന്ന സംസ്ഥാന ഭാരവാഹി സംരക്ഷിക്കുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. ഈ നേതാവിനെതിരെയാണ് പാർട്ടിക്കുള്ളിൽ പടയൊരുക്കവും. കൊടിയിലെ ക്രമക്കേട് മാത്രമല്ല, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തതിലുമെല്ലാം വലിയ പരാതി പാർട്ടിക്കുള്ളിൽ പുകയുകയാണ്. 3 ഹെലികോപ്റ്ററുകളാണ് BJP നേതാക്കൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചുമതലപ്പെട്ടവർ വാടകയ്ക്കെടുത്തത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു. 136 മണിക്കൂർ പറക്കാൻ കരാറുണ്ടാക്കി പണം നൽകി. പക്ഷേ ആകെ ഉപയോഗിച്ചത് 42 മണിക്കൂർ മാത്രമായിരുന്നു. ക്രമക്കേട് നടന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ ആക്ഷേപം. 200 കാറുകളാണ് സംസ്ഥാന കാര്യാലയത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്തത്. ഇതിൽ പകുതി പോലും ഉപയോഗിച്ചില്ലെന്ന പരാതിയും നേതൃത്വം ഗൗരവത്തോടെ പരിശോധിക്കുകയാണ്. പക്ഷേ ട്രിപ്പ് ഷീറ്റിൽ ക്രമക്കേട് നടത്തി 1 കോടിയോളം രൂപ തിരിമറി നടത്തിയെന്നാണ് BJP വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൽ പങ്കു ചോദിച്ചുള്ള ക്രമക്കേടിന്റെ പരാതിയും നേതൃത്വത്തിന്റെ മുന്നിലാണ്. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കോടികളുടെ പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപവും മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഗ്രൂപ്പില്ലാതാക്കി കേരള BJPക്ക് പുതിയ മുഖം നൽകാനാണ് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം നേതൃത്വം വഹിക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ ആരോപണങ്ങളുടെയും ക്രമക്കേടുകളുടെയും പെരുമഴ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കുള്ളിലെ 2 ഗ്രൂപ്പുകളുടെയും സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് ഇനി എളുപ്പവുമാകില്ല. ക്യാമറ സജീവ്കുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.